ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലിയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു ടിവി ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. ഒരു പട്ടണത്തിൽ സിത്തിഷ് ഒരു പട്ടണത്തിൽ മമ്മിയോടും പപ്പയോടും കൂടെ താമസിച്ചു. സിത്തിച്ചിന്റെ പപ്പ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം സൊസൈറ്റിയിൽ താമസിച്ചു. ആ സൊസൈറ്റിയുടെ പുറകിൽ ഒരു കുടിലിൽ രാഹുൽ, പരി എന്ന 2 കുട്ടികൾ അച്ഛനോടൊപ്പം താമസിച്ചിരുന്നു. രാഹുലിന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ചു. വളരെ അധ്വാനിച്ചാണ് അദ്ദേഹം 2 നേരത്തെ ആഹാരത്തിനുള്ള വകയുണ്ടാക്കിയത്. രാഹുലിന്റെ അച്ഛൻ രാവിലെ ഓട്ടോറിക്ഷയും കൊണ്ട് പോകും. രാഹുൽ അനിയത്തി പരിയുടെ കൂടെ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങും. അവർ റോഡിൽ കൂടി കറങ്ങുകയായിരുന്നു. കുറെ ദൂരം നടന്നപ്പോൾ അവർ ഷിതിജ് വരുന്നത് കണ്ടു. ഷിതിജ് നല്ല വസ്ത്രങ്ങൾ ഉടുത്തിരുന്നു. അവനൊരു സൈക്കിളും ഉണ്ടായിരുന്നു. 2 പേരും അവനെ ആശ്ചര്യത്തോടെ നോക്കി. ഷിതിജ് സൈക്കിൾ വളരെ വേഗത്തിൽ ഓടിച്ച് രാഹുലിനെ തട്ടി വീഴ്ത്തി. ഏയ്, നീ എന്തിനാ എന്റെ ഏട്ടനെ ഇടിച്ചു വീഴ്ത്തിയത്? എന്തൊരു നോട്ടോ ഇത്! എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? നീ വേണമെന്ന് വെച്ചാ അങ്ങനെ ചെയ്തത്. വിട്ടേക്ക് പരി, അതൊന്നും സാരമില്ല. കീറിയ ഡ്രസ് ഇട്ടേക്കുന്നു, എന്നിട്ട് പേര് ദേവതയെന്ന് നീ എന്ത് ധൈര്യത്തിൽ എന്നോട് സംസാരിക്കുന്നേ? ക്ഷമിക്കണം സഹോദര, ഇവളെന്റെ അനിയത്തിയാണ്. ഒന്നും അറിയാതെ പറഞ്ഞതാ. ചേട്ടാ, ഇവനോട് സംസാരിക്കാൻ നിൽക്കണ്ട. വാ പരി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ല, ഞാൻ നിന്നെ അങ്ങനെയൊന്നും പോവാൻ സമ്മതിക്കില്ല. സഹോദര, ഞങ്ങളല്ലേ പറഞ്ഞത്, ഞങ്ങളെ പോകാൻ വിട്ടേക്ക് പ്ലീസ്. ഷിതിജ് പണക്കാരന്റെ വീട്ടിലെ കുട്ടിയാണ്. ഷിതിജിന് പരിയുടെ വർത്തമാനം കേട്ട് ദേഷ്യം വന്നു. അതിന് പകരമായി അവൻ പരിയെ ചളിയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് അവിടെ നിന്ന് പോയി. ഏട്ടാ, എന്റെ അടുത്ത് ഒരു ജോഡി ഉടുപ്പേ ഉള്ളൂ. അതാണ് അവൻ ചളിയാക്കിയത്. ഇനി ഞാൻ എന്ത് ഉടുക്കും? ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അനുജത്തിയും ഏട്ടനും വീട്ടിലേക്ക് പോയി. ഒരു ദിവസം വൈകുന്നേരം രാഹുലും പരിയും പാർക്കിലേക്ക് പോയി. അവിടെ പണക്കാരായ ധാരാളം പേർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തങ്ങളെക്കുറിച്ച് ലജ്ജ തോന്നി. അപ്പോഴാണ് അവർ ഷിതിജിനെ കണ്ടത്. ഷിതിജ് പാർക്കിന്റെ ഒരു വശത്തിരുന്ന് കൂട്ടുകാരോടൊപ്പം ലൂഡോ കളിക്കുകയായിരുന്നു. വാ പരി, നമുക്കിവിടെ നിന്ന് പോകാം. ഏട്ടാ, ഞാൻ പകരം വീട്ടിയിട്ട് അടങ്ങൂ. ഇന്ന് ഞാൻ ഇവനെ വെറുതെ വിടില്ല. വേണ്ട പരി, വിട്ടേക്ക്. അവനെ ഒന്നും ചെയ്യേണ്ട. രാഹുൽ പറഞ്ഞത് പരി കേൾക്കാതെ ഷിതിജിന്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. വീണ്ടും വന്നല്ലോ ആ പിച്ചക്കാരി. നായ്ക്കള് പോലും പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. ഇവരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അട്ടിണി പാവൻ നീയാ. ഇന്ന് നിന്നെ കളിക്കാൻ ഞാൻ അനുവദിക്കില്ല, നോക്കിക്കോ. നിനക്ക് എന്ത് ധൈര്യോ? ഷിതിഷിനോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായോ? ഷിതിജ് ദേഷ്യത്തോടെ പരിയെ താഴേക്ക് തള്ളി. അവൾ പെട്ടെന്ന് താഴേക്ക് വീണു. ഇത് കണ്ട രാഹുലിന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഷിതിജിന് ഒരടി വെച്ചു കൊടുത്തു. എന്നിട്ട് കാലുകൊണ്ട് ലൂഡോ ബോർഡ് തള്ളിയിട്ടു. ആ കടലാസ് നീ എടുത്തു വെച്ചോ. ഇതൊന്നും പേപ്പറല്ല, ഇത് ബ്രാൻഡഡ് ലൂഡോയാണ്. എന്റെ അച്ഛനിതൊരു വലിയ കടയിൽ നിന്ന് വാങ്ങി എനിക്ക് ഗിഫ്റ്റായി തന്നതാണ്. നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? നിന്നെ കൊണ്ട് 10 രൂപ കൊടുത്ത് ഒരു സാധാരണ ലൂഡോ ഗെയിം വാങ്ങാൻ കഴിയുമോ? ഇതെന്താണ് ഇതെന്തല്ലാന്ന് എല്ലാം എനിക്കറിയാം. കാരണം ഇത് ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾക്കും ഇത് കളിക്കാൻ അറിയാം. ഇതുപോലെ പാവപ്പെട്ട ദരിദ്രരുടെ കൂടെ കളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പക്ഷെ നിന്റെ അഹങ്കാരത്തിന് നിന്റെ കൂടെ കളിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. നാളെ നീ ഇതേ സമയം നിന്റെ ലൂഡോയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്ക്, നമുക്ക് കളിച്ചു നോക്കാം. പിന്നൊരു കാര്യം, ദയവേത് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരല്ലേ. എന്തൊരു നാറ്റോ, നാറിയിട്ട് വയ്യ. ഷിതിജ് രാഹുലിനെയും പരിയെയും വെല്ലുവിളിച്ചു. 2 പേരും വീടുകളിലേക്ക് മടങ്ങി. ഏട്ടാ, വൈകുന്നേരം അച്ഛനോട് ലൂഡോ വാങ്ങിത്തരാൻ പറയാം. നീ വിഷമിക്കാതിരിക്കേ. ആ, അച്ഛൻ വാങ്ങിത്തരും. പക്ഷെ നമുക്ക് കളിക്കാൻ പഠിക്കണ്ടേ? എങ്ങനെയാണ് ഷിതിജിനോട് നമ്മൾ ജയിക്കാൻ പോകുന്നത്? അവൻ ദിവസവും ഇത് കളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഏട്ടാ, ഞാൻ എങ്ങനെയാ വേറെ ഡ്രസ് ഇട്ടിട്ട് വരിക? ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് 2 പേരും വഴിയിൽ തന്നെ കിടന്നുറങ്ങി. കണ്ണു തുറന്നപ്പോൾ 2 പേരും പുതിയ ഡ്രസ്സ് ധരിച്ചിരുന്നു. അവരുടെ മുന്നിൽ ഒരു ലൂഡോ ബോർഡും ഉണ്ടായിരുന്നു. ഏട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മളിപ്പോഴും സ്വപ്നം കാണുകയാണോ? പുതിയ ഡ്രസ്സും ലൂഡോ ബോർഡും. അതെ പരി, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. നോക്കൂ കുട്ടികളെ, ഞാനൊരു അദൃശ്യ ശക്തിയാണ്. ഞാൻ തന്നിരിക്കുന്നത് ഒരു മാന്ത്രിക ലൂഡോയാണ്.
ഇതിൽ നിങ്ങൾക്ക് എപ്പോഴും ജയിക്കാം. എത്ര പ്രാവശ്യം ജയിക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ പുതിയ ആഗ്രഹങ്ങൾ എന്നോട് ചോദിക്കാം. ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാകും. ജ്യേഷ്ഠനും അനുജത്തിയും അടുത്ത ദിവസത്തേക്ക് വേണ്ടി കാത്തു നിന്നില്ല. ഉടൻ തന്നെ ഷിജിത്തിന്റെ അടുത്തേക്ക് ചെന്നു. പുതിയ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ ഷിത്തിജും അമ്പരന്നു പോയി. നിങ്ങൾ ഇത് എവിടുന്നോ മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാ ശരി, നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഷിത്തിജ് പലതവണ കളിക്കാൻ ശ്രമിച്ചു. എല്ലാ പ്രാവശ്യവും അവൻ തോറ്റു. ജ്യേഷ്ഠനും അനുജത്തിയും ലൂഡോയും കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ അവന്റെ കീശയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ താഴെ വീണു. അങ്ങനെ രണ്ടുപേരും ദിവസവും ഇത് കളിക്കാൻ തുടങ്ങി. സ്വർണ്ണ നാണയങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ കുടിൽ വലിയൊരു വീടായി.